ക്രെഡിറ്റ് കാർഡ് പോക്കറ്റിലുള്ളവർ ശ്രദ്ധിക്കുക. ഇനി അതാ പറയുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതൊരു ക്രെഡിറ്റ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്. സൂപ്പർ മാർക്കറ്റിൽ ചില നമ്മളൊക്കെ ഇങ്ങനെ 10 ദീനാറ് അല്ല 10 ദിർഹം റിയാലൊക്കെ ഇങ്ങനെ കൊടുക്കും മാറ്റം അടുക്കി വെച്ചിക്കുക. അപ്പോൾ ബാങ്കുകാർ ഇങ്ങനെ വിളിച്ച് ഇവനോട് മദഹ് പറഞ്ഞ് ഈ കുടുക്കിൽ കുടുക്കിയതാ. എല്ലാ ബാങ്കിൻ്റെ കാർഡും എൻ്റെ പെട്ടിയിലുണ്ട്. സമയത്ത് അടക്കൂല, അടക്കരുത് എന്നാണ് ഇത് കൊടുക്കുന്നവൻ്റെ ബാങ്കിൻ്റെ നിയത്ത്. അങ്ങനെ അത് കൊടുത്തില്ല, സമയം തെറ്റണം തന്നെ. സമയം തെറ്റിയാൽ എക്സ്ക്യൂസ് മീ സർ ഒരു വിളിയുണ്ട്. അപ്പോൾ ആദ്യം വിളിക്കുന്ന ചന്തൊന്നും ഉണ്ടാവില്ല, അടുത്ത വിളിക്ക് കുറച്ചും കൂടി ഡേറ്റ് ആൻ തെറ്റുമ്പോണ്ട് വേറൊരു വിളി. അപ്പോൾ ഈ കിളിക്കൊഞ്ചലാവില്ല, ഒരാണാ പിന്നെ സംസാരിക്കുക. അങ്ങനെ എത്ര ആൾ പെട്ടുകിടക്കുന്നു ക്രെഡിറ്റ് കാർഡിൻ്റെ. അതിലങ്ങോട്ട് പെട്ടിട്ട് നാട്ടിൽ പോകാനും നിവൃത്തില്ല, ആകെ മുങ്ങി എവിടേക്കും പോകാൻ നിവൃത്തില്ല, നാട്ടിലേക്ക് പോകാൻ വയ്യ. അങ്ങനെ ക്രെഡിറ്റ് കാർഡ് ആ പലിശ ഇടപാടിൽ കുടുങ്ങണ്ട. അത്യാവശ്യം ഉണ്ടെങ്കിലേ കടം വാങ്ങാവൂ. അത് തന്നെ ക്രെഡിറ്റ് കാർഡ് വേണ്ട, ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോളൂ. അത് തന്നെ പലിശാധിഷ്ഠിതമല്ലാത്തത് ഉപയോഗിച്ചോളൂ. ആ നിലക്കുള്ള സൂക്ഷ്മത നമുക്ക് വേണം. വിശദ വിവരങ്ങളൊക്കെ നമ്മളെ യൂട്യൂബിലുണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി പൈസക്കൊന്നും അല്ല കേട്ടോ, വേണമെങ്കിൽ കേട്ടാൽ മതി. ഇതൊക്കെ കൂടി പറയാൻ വയ്യാത്തതുകൊണ്ടാണ് പറയുന്നത്. ഓരോ വിഷയവും നമ്മളിങ്ങനെ ഡെയിലി ഇറക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണണം, കേൾക്കണം.